മലയാളത്തിലെ ബിഗ് ബോസ് റിയാലിറ്റി ഷോ നമുക്കറിയാം. ഇംഗ്ലീഷിലുള്ള ബിഗ് ബ്രദർ എന്ന് പറയുന്ന റിയാലിറ്റി ഷോയിൽ നിന്നും കടമെടുത്താണ്, അല്ലെങ്കിൽ അതേ മാതൃകയിലാണ് ബിഗ് ബോസ് റിയാലിറ്റി ഷോ നടന്നിട്ടുള്ളത്. വളരെ വലിയ വിജയമായിരുന്നു ഇന്ത്യയിലുടനീളം ബിഗ് ബോസ് ഷോയിൽ. എന്താണ് ഇങ്ങനെയുള്ള റിയാലിറ്റി ഷോയുടെ ചരിത്രം, എങ്ങനെയാണ് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോയിൽ എത്തിപ്പെട്ടത് എന്നുള്ള കഥയാണ് പരിശോധിക്കുന്നത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞ പുസ്തകമാണ് ഈച്ചകളുടെ തമ്പുരാൻ എന്ന് പറയുന്ന പുസ്തകം. വില്യം ഗോൾഡിങ് എന്ന് പറയുന്നിട്ടുള്ള ഒരു ഇംഗ്ലീഷ് എഴുത്തുകാരനാണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത്. പുസ്തകത്തിലെ കഥ എന്തെന്ന് ചോദിച്ചാൽ, പസഫിക് ദ്വീപിലെ ഏതോ ഒരു ദ്വീപ സമൂഹത്തിൽ, ആളില്ലാത്തൊരു ദ്വീപ സമൂഹത്തിൽ ഒരു വിമാനം തകർന്നു വീഴുകയാണ്. വിമാനത്തിൽ നിന്നും 5 കുട്ടികൾ അത്ഭുതകരമായി രക്ഷപ്പെടുന്നു. ദ്വീപിൻ്റെ ചുറ്റും വെള്ളവും പവിഴപ്പുറ്റുകളും ചിപ്പികളും മാത്രമാണ് ഇവർക്ക് കാണാൻ കഴിയുന്നത്. കപ്പലോ ആളുകളോ ഒന്നുമില്ല. ഈ ദ്വീപിലകപ്പെട്ട കുട്ടികൾ വളരെ ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്നു. അവർ എന്തു ചെയ്യുന്നു? തങ്ങൾക്ക് ഒരു ലീഡർ വേണമെന്നും ആ ലീഡറിനെ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. ആദ്യം റാൽഫ് എന്ന് പറയുന്ന കഥാപാത്രമാണ് ലീഡറായിട്ട് ആദ്യമായി വരുന്നത്. ലീഡറിന് 3 ഉദ്ദേശങ്ങളാണ് ഉണ്ടായിരുന്നത്. 1 ഉല്ലസിക്കുക, 2 അതിജീവിക്കുക, 3 എന്നെങ്കിലും ഈ വഴി ഒരു കപ്പൽ വരികയാണെങ്കിൽ ആ കപ്പൽ കാണാൻ വേണ്ടി തീയിട്ട് പുക കാണിച്ചു കൊടുക്കുക എന്നുള്ള 3 ഉദ്ദേശങ്ങളാണ്. അങ്ങനെ 5 പേരും ദ്വീപിൽ കഴിഞ്ഞു. ആദ്യമൊക്കെ സുഖകരമായിട്ടുള്ള വാസമായിരുന്നു. പക്ഷേ കുറേ കഴിയുമ്പോൾ 5 പേരുടെയും ഈഗോകൾക്ക് മുറിവേൽക്കുകയാണ്. 5 പേരും പരസ്പരം പറഞ്ഞാൽ കേൾക്കാത്ത വിധമാവുകയാണ്. ഓരോ ദിവസവും കപ്പൽ വരുന്നുണ്ടോ എന്ന് നോക്കാൻ ഡ്യൂട്ടിക്ക് ഓരോ ആളുകളെ നിശ്ചയിച്ചിരുന്നു. പക്ഷേ ഇവർ തമ്മിലുള്ള തർക്കം കാരണം എപ്പോഴെങ്കിലും വരുന്ന കപ്പലുകൾക്കടക്കം സിഗ്നൽ കൊടുക്കാനൊന്നും ഇവർക്ക് കഴിയുന്നില്ല. തീയിട്ട് സിഗ്നൽ കൊടുക്കാനൊന്നും ഇവർക്ക് കഴിയുന്നില്ല. അങ്ങനെ ഈ ദ്വീപിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഈ 5 പേർ, മനുഷ്യർ 5 പേരും ഒറ്റപ്പെട്ടാൽ ഈഗോയ്ക്ക് മുറിവേൽക്കപ്പെടുകയും അവർ പരസ്പരം പോരടിക്കുമെന്ന് ഈച്ചകളുടെ തമ്പുരാനിൽ പറയുന്നുണ്ട്. അവസാനം കഥ എത്തുമ്പോൾ, നോവലെത്തുമ്പോൾ 5 പേരിലെ 2 പേരെ ഇവർ തന്നെ പരസ്പരം കൊല്ലുന്നതായിട്ടാണ് കഥയിലുള്ളത്. അവസാനം കുട്ടികൾ രക്ഷപ്പെടുന്നുണ്ടെങ്കിലും അത്യന്തം ദുരന്തപൂർണമായാണ് മനുഷ്യജീവിതത്തെ ചിത്രീകരിച്ചിട്ടുള്ളത്. മനുഷ്യർ ഒറ്റപ്പെട്ട് ജീവിക്കുകയാണെങ്കിൽ അവർ മൃഗസമാനമാകും എന്നുള്ള തരത്തിലാണ് വില്യം ഗോൾഡിങ് ഈച്ചകളുടെ തമ്പുരാൻ എന്ന് പറയുന്ന നോവലിൽ എഴുതി വയ്ക്കപ്പെട്ടിട്ടുള്ളത്. ഇപ്പോഴും ഈച്ചകളുടെ തമ്പുരാൻ എന്ന് പറയുന്ന പുസ്തകം വിറ്റഴിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഈച്ചകളുടെ തമ്പുരാൻ അടിസ്ഥാനമാക്കിയാണ് പല റിയാലിറ്റി ഷോയിലും ബിഗ് ബോസ് പോലെയുള്ള, ബിഗ് ബ്രദർ പോലെയുള്ള റിയാലിറ്റി ഷോകളൊക്കെ നിലവിൽ വന്നത്. വില്യം ഗോൾഡിങ്ങിന് ഈച്ചകളുടെ തമ്പുരാൻ എന്ന് പറയുന്ന പുസ്തകത്തിന് നൊബേൽ സമ്മാനവും ലഭിച്ചു. പക്ഷേ മനുഷ്യൻ എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും മോശപ്പെട്ട ഒരു സൃഷ്ടിയാണെന്നും അവർ ഒറ്റപ്പെട്ടു പോവുകയാണെങ്കിൽ പരസ്പരം ശത്രുക്കളാവുകയും മൃഗങ്ങളെക്കാൾ കഷ്ടത്തിലാവുകയും ചെയ്യുമെന്നാണ് ഈ പുസ്തകത്തിൽ പറഞ്ഞു വയ്ക്കുന്നത്. എന്നാൽ ഇത് ഒരു സാങ്കല്പിക കഥ മാത്രമാണ്. എന്നാൽ ജീവിതത്തിൽ അല്ലെങ്കിൽ ലോകത്തിൽ യഥാർത്ഥ ഈച്ചകളുടെ തമ്പുരാൻ സംഭവിച്ചിട്ടുണ്ട്. ഒരു ദ്വീപിൽ ഒറ്റപ്പെട്ടു പോയ 5 കുട്ടികളുടെ കഥയുണ്ട്. ആ കഥ എന്നാൽ ഇത്രവണ്ണം ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. വില്യം ഗോൾഡിങ്ങിൻ്റെ ഈച്ചകളുടെ തമ്പുരാൻ ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുകയും മനുഷ്യൻ മോശപ്പെട്ട ജീവിയാണ് എന്ന് നിരന്തരം മനുഷ്യർ തന്നെ പറയുകയും ചെയ്യുന്ന അതേ സ്ഥലത്ത് തന്നെയാണ് യഥാർത്ഥ ഈച്ചകളുടെ തമ്പുരാനായ ആട്ടാദ്വീപിൽ അകപ്പെട്ട 5 കുട്ടികളുടെ കഥ ചർച്ച ചെയ്യപ്പെടാവുന്നത്. മനുഷ്യൻ അത്ര മോശപ്പെട്ട ജീവിയൊന്നുമല്ല എന്ന് പറയുന്ന ആട്ടാദ്വീപിൻ്റെ കഥയുമായി അടുത്ത കൊട്ട സ്റ്റോറിയിൽ കാണാം.